ഹായ് കൂട്ടുകാരെ, തെന്നാലി രാമൻ്റെ പുതിയ കഥയുമായി ഞാൻ വന്നു കേട്ടോ. നഗരത്തിലെ പ്രമുഖ രത്നവ്യാപാരിയായിരുന്നു സദാനന്ദ ത്രിപാഠി. അയാളുടെ കൈവശം ദൈവിക ശക്തിയുള്ള ഒരു പച്ച പനന്തത്തയുണ്ടായിരുന്നു. ഒരു കാലത്ത് ആരും അറിയപ്പെടാത്ത ഒരു ചില്ലറ വ്യാപാരിയായിരുന്നു അയാൾ. ആ തത്തയുടെ വരവോടെയാണ് പ്രശസ്തനും കോടീശ്വരനും ലോകമെങ്ങും അറിയപ്പെടുന്ന രത്നവ്യാപാരിയുമായി അയാൾ മാറിയത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തത്തയെ കണ്ട് അനുഗ്രഹം നേടുന്നതിനും തത്തയുടെ ഉടമയായ ത്രിപാഠിയുമായി വ്യാപാരം ചെയ്യുന്നതിനുമായി ധാരാളം ആളുകൾ നഗരത്തിൽ എത്തിച്ചേരുമായിരുന്നു. വരുന്നവർ തത്തയ്ക്ക് വിശിഷ്ടമായ പഴവർഗ്ഗങ്ങൾ നേദിക്കുമ്പോൾ ആ തത്ത ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് ചിറകുകൾ രണ്ടും മേൽപോട്ടുയർത്തിപ്പിടിച്ച് സന്ദർശകരെ സ്വാഗതം ചെയ്യുക പതിവായിരുന്നു. തത്തയുടെ മഹാത്മ്യം കൊണ്ട് പതിവുകാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. വ്യാപാരം 100 ഇരട്ടിയായി അഭിവൃദ്ധിപ്പെട്ടു. അതോടെ അയാളുടെ അഹങ്കാരവും വർദ്ധിച്ചു. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കൃഷ്ണദേവരായർ ആ തത്തയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അറിയുന്നത്. അതിനെ കാണണമെന്നും അനുഗ്രഹം നേടണമെന്നും പറ്റുമെങ്കിൽ അതിനെ സ്വന്തമാക്കണമെന്നും അദ്ദേഹത്തിന് അതിയായ മോഹമുണ്ടായി. അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് തെന്നാലി രാമനോട് അഭിപ്രായം ചോദിച്ചു. രാമ, രത്നവ്യാപാരി ത്രിപാഠിയുടെ പക്കലുള്ള ദൈവശക്തിയുള്ള തത്തയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അതിനെ നേരിൽ കാണണമെന്നും സ്വന്തമാക്കണമെന്നും നമുക്ക് ആഗ്രഹം തോന്നുകയാണ്. പ്രഭു, വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടി ആ ത്രിപാഠി പ്രചരിപ്പിക്കുന്ന കുതന്ത്രമാണിത്. കാള പെറ്റിരിക്കുന്നു, കയറെടുത്തുകൊള്ളൂ എന്ന് വിളിച്ചു പറയുന്ന ബിരുദന്റെ വാക്ക് വിശ്വസിക്കുന്നവരാണ് ഈ സാധാരണ ജനങ്ങൾ. രാമ, ഇത്തരത്തിലുള്ള വാദങ്ങൾ കേട്ടൊന്നും നമ്മുടെ ആഗ്രഹത്തിന് തടയിടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ലല്ലോ. തിരുമേനി, മനുഷ്യരെപ്പോലെ അറിവുള്ളവയല്ല പക്ഷി മൃഗാദികൾ. മനുഷ്യരുമായുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് എന്തെങ്കിലും കഴിവുകൾ അവയ്ക്ക് നേടാൻ കഴിഞ്ഞുവെന്ന് വന്നേക്കാം. അത് ദൈവിക ശക്തിയാണെന്നും മറ്റും ധരിക്കുന്നത് മണ്ടത്തരമാണ്. എന്തോ കേൾക്കും തോറും അതിനെ നേരിൽ കാണണമെന്നുള്ള അഭിവാജ്ഞ നമ്മുടെ മനസ്സിൽ വർദ്ധിച്ചു വരികയാണ് രാമ. തെന്നാലി രാമൻ പറഞ്ഞതൊന്നും കൃഷ്ണദേവരായരെ സമാധാനിപ്പിച്ചില്ല. അത്രമാത്രം ദൈവിക ശക്തിയുള്ള ആ തത്തയുടെ മഹാത്മ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. രാമൻ ആലോചിച്ചു. വിശിഷ്ട വസ്തുവകകളെല്ലാം ഭരണാധികാരികൾക്ക് സ്വന്തമായവയാണ്. അവർ ആഗ്രഹിച്ചാൽ അവയെല്ലാം കാണിക്കയായി സമർപ്പിക്കപ്പെടേണ്ടതുമാണ്. ഏതായാലും തത്തയുമായി രാജസന്നിധിയിൽ എത്തിച്ചേരുവാൻ സദാനന്ദ ത്രിപാഠിക്ക് നീട്ടോല കൊടുത്തു വിടുക തന്നെ രാജാവിൻ്റെ ആഗ്രഹമല്ലേ. പ്രഭു, അവിടുന്ന് നിരാശനാകേണ്ട കാര്യമില്ല. തത്തയുമായി അങ്ങയുടെ സവിധത്തിൽ ഉടനെ എത്തിച്ചേരണമെന്ന് ത്രിപാഠിക്ക് നീട്ടോല അയക്കുന്നുണ്ട് നാം. സമാധാനമായി വേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊള്ളൂ രാമ. രാജകിങ്കരന്മാർ കൈവശം സദാനന്ദ ത്രിപാഠിക്ക് തെന്നാലി രാമൻ നീട്ടോല കൊടുത്തയച്ചു. അഹങ്കാരിയായ ത്രിപാഠി മനസ്സില്ലാ മനസ്സോടെയാണ് തത്തയുമായി കൃഷ്ണദേവരായരുടെ സവിധത്തിൽ എത്തിച്ചേർന്നത്. അയാളുടെ മട്ടുഭാവമെല്ലാം കണ്ടപ്പോൾ രാജാവിനോടൊപ്പം അവിടെയുണ്ടായിരുന്ന തെന്നാലി രാമന് അയാളോട് വെറുപ്പും വിദ്വേഷവും തോന്നി. രാജാവിൻ്റെ തിരുമുമ്പിലെത്തുമ്പോൾ ഒരാൾ പാലിക്കേണ്ട ആചാര മര്യാദകളൊന്നും തന്നെ ധിക്കാരിയായ ആ രത്നവ്യാപാരി അനുസരിച്ചില്ല. പണത്തിൻ്റെ ബലത്തിൽ മാത്രം അഹങ്കരിക്കുന്ന ഇയാളെ തക്കതായ പാഠം പഠിപ്പിക്കാതെ വിടുന്നത് ശരിയല്ല. തെന്നാലി രാമൻ മനസ്സിൽ തീരുമാനിച്ചു. അതിനായി ഒരു കെണി ഒരുക്കുവാനും അദ്ദേഹം പദ്ധതിയിട്ടു. അടുത്തു നിന്ന ഒരു ഭൃത്യനെ വിളിച്ചിട്ട് തെന്നാലി രാമൻ അയാളുടെ കാതിൽ എന്തോ രഹസ്യമായി മന്ത്രിച്ചു. തലയാട്ടി സമ്മതിച്ചിട്ട് ആ ഭൃത്യൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. നിങ്ങളാണ് പ്രമുഖ രത്നവ്യാപാരിയായ സദാനന്ദൻ ത്രിപാഠി അല്ലേ? തെന്നാലി രാമൻ അർത്ഥം വെച്ച് ചോദിച്ചു. അതെ, നാം തന്നെയാണ്. കൃത്യമായി ഖജനാവിലേക്ക് നികുതിയും മറ്റും അടയ്ക്കാറുണ്ടോ താങ്കൾ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന രത്നവ്യാപാരി നാം തന്നെയാണ്. താങ്കൾക്കത് അറിഞ്ഞുകൂടെ? ഓഹോ, നികുതി പണമൊക്കെ ലാഭവിഹിതത്തിൽ നിന്ന് അല്ലേ അടയ്ക്കാറുള്ളത്? അതെ. അത്രയും ലാഭമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് വ്യാപാരത്തിൽ നിന്ന് അത് പ്രത്യേകം ചോദിക്കണോ? നിങ്ങളുമായി വ്യാപാരബന്ധം നടത്തുന്നവരൊക്കെ ആരെല്ലാമാണ്? അതോ ഏറിയ പങ്കും ഈ നാട്ടുകാരൊക്കെ തന്നെയാണ്. ചില മറുനാട്ടുകാരും ഉണ്ട്. ഈ നാട്ടുകാരുടെ
ക്ഷേമ ഐശ്വര്യങ്ങൾ കാത്തു സംരക്ഷിക്കുന്ന പൊന്നു തമ്പുരാനാണ് ഇദ്ദേഹമെന്ന് നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ട്. എന്നാൽ നേരിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ടിരിക്കുന്നു അല്ലേ? ആ, അതെ. നിങ്ങളുടെ പക്കൽ ദൈവിക ശക്തിയുള്ള ഒരു തത്തയുള്ളതായി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അതെ, അത് വാസ്തവവുമാണ്. അതിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ. എങ്കിൽ അതിനെ രാജസന്നിധിയിൽ ഹാജരാക്കിക്കൊള്ളൂ. പൊന്നു തമ്പുരാന് അതിനെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ട്. തൻ്റെ ഭൃത്യനോട് കുതിരവണ്ടിയിൽ കൂട്ടിലിട്ടിരുന്ന തത്തയും എടുത്തു കൊണ്ടുവരുവാൻ വ്യാപാരി കൽപ്പിച്ചു. രത്നങ്ങൾ പതിച്ച സ്വർണ്ണക്കൂട്ടിൽ പച്ച നിറമുള്ള ഒരു സുന്ദരി തത്ത. കൃഷ്ണദേവരായർക്ക് സന്തോഷമായി. അദ്ദേഹം കൂട്ടിനരികിൽ ചെന്ന് നിന്ന് മതി വരുവോളം അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. ഇത് ദൈവിക ശക്തിയുള്ള തത്ത തന്നെയാണോ? തെന്നാലി രാമൻ ചോദിച്ചു. അതെ, അതിൽ തെല്ലും സംശയമില്ല, വ്യാപാരി തറപ്പിച്ച് പറഞ്ഞു. വിശ്വസിക്കാമല്ലോ അല്ലേ? നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിക്കാം. ഈ തത്ത നാമം ജപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതോ, ഭക്തി പുരസരം അതിൻ്റെ മുമ്പിൽ പഴങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ഭക്തനെ അനുഗ്രഹിക്കുകയും നാമം ചൊല്ലുകയും ചെയ്യുന്നതാണ്. തിരുമനസേ, പരീക്ഷിച്ചു നോക്കിക്കൊള്ളൂ. തെന്നാലി രാമൻ പറഞ്ഞത് പ്രകാരം കൃഷ്ണദേവരായർ തത്തയ്ക്ക് പഴം കൊടുത്തിട്ട് അതിനെ തൊഴുതു നിന്നു. ഉടനെ ആ തത്ത നാമം ജപിച്ചുകൊണ്ട് മഹാരാജാവിനെ അനുഗ്രഹിച്ചു. കൃഷ്ണദേവരായർ അത്ഭുതപ്പെട്ടുപോയി. തീർച്ചയായും ഇത് ദൈവിക ശക്തിയുള്ള തത്ത തന്നെയാണ്. എന്ത് വില കൊടുത്തും ഇതിനെ സ്വന്തമാക്കണം. കൃഷ്ണദേവരായരുടെ മനസ്സ് വായിച്ചറിയുവാൻ നമ്മുടെ തെന്നാലി രാമന് വേഗം കഴിഞ്ഞു. ആ ത്രിപാഠി അവർകളെ, ഈ തത്തമ്മയെ സ്വന്തമാക്കുവാൻ നമ്മുടെ മഹാരാജാവ് അതിയായി ആഗ്രഹിക്കുന്നു. അയ്യോ, അതിന് മാത്രം ചോദിക്കരുതേ അങ്ങൊന്നേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ത്രിപാഠി. വിശിഷ്ട വസ്തുവകകളെല്ലാം രാജാക്കന്മാർക്ക് അവകാശപ്പെട്ടവയാണെന്നുള്ളത് രാജനീതിയാണ്. ഈ കൽപ്പന മഹാകഷ്ടമാണ് പ്രഭു. വെറുതെ വേണ്ട, നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും തരുവാൻ തിരുമേനിക്ക് സമ്മതമാണ്. അത് കേട്ടപ്പോൾ വ്യാപാരിയുടെ മനസ്സിൽ അത്യാഗ്രഹത്തിൻ്റെ വേലിയേറ്റമുണ്ടായി. രാജാവ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തത്ര വലിയൊരു തുക ആവശ്യപ്പെടുക തന്നെ. ത്രിപാഠി, നിങ്ങളെന്താണ് ആലോചിക്കുന്നത്? അയാളുടെ കണ്ണുകളിലെ അത്യാഗ്രഹത്തിൻ്റെ മിന്നലാട്ടം മനസ്സിലാക്കിയിട്ട് തെന്നാലി രാമൻ ചോദിച്ചു. അത് പറയുമ്പോൾ നാം ഒരു അത്യാഗ്രഹിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്ത് വില കിട്ടിയാലും ഈ ദൈവിക ശക്തിയുള്ള തത്തയ്ക്ക് ഒപ്പമാവുകയില്ല. ഒത്തുകിട്ടിയ സന്ദർഭം ശരിക്കും മുതലെടുക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് രത്നവ്യാപാരി പറഞ്ഞു. എന്ത് വിലയാണ് വേണ്ടതെന്ന് മടിക്കാതെ പറഞ്ഞോളൂ ത്രിപാഠി. തിരുമനസിന് തത്തയെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് വില ഒരു പ്രശ്നമാവുകയില്ല. തെന്നാലി രാമൻ രത്നവ്യാപാരിയെ പ്രോത്സാഹിപ്പിച്ചു. 5 കോടി സ്വർണ്ണ നാണയം വിലയായി തരാമെങ്കിൽ ഈ അമൂല്യനിധി കൈമാറുന്നതിൽ നമുക്ക് സമ്മതമാണ്. 5 കോടി സ്വർണ്ണ നാണയങ്ങളോ? വ്യാപാരി പറഞ്ഞ വില കേട്ട് കൃഷ്ണദേവരായർ വരെ ഞെട്ടിപ്പോയി. അത്രയുള്ളൂ? 10 കോടി സ്വർണ്ണ നാണയങ്ങൾ ആവശ്യപ്പെടുമെന്നാണ് തിരുമനസ് ധരിച്ചിരുന്നത്. കുറഞ്ഞു പോയതിലുള്ള സന്തോഷം കൊണ്ടാണ് അദ്ദേഹം അത്ഭുതം കൂറിപ്പോയത്. തെന്നാലി രാമൻ കൗശലപൂർവ്വം പറഞ്ഞു. ഛേ, താനൊരു 10 കോടി സ്വർണ്ണ നാണയങ്ങൾ ചോദിച്ചില്ലല്ലോ. രത്നവ്യാപാരിക്ക് സങ്കടമായി. ആട്ടെ, ഈ തത്തയ്ക്ക് ദൈവിക ശക്തിയില്ലെന്ന് തെളിയിക്കപ്പെട്ടാലോ? തെന്നാലി രാമൻ വ്യാപാരിയോട് ചോദിച്ചു. അങ്ങ് ഫോഷ്ക്ക് പറയുന്നോ? ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ദിവ്യതത്ത ഈശ്വരൻ്റെ ഒരു അവതാരം തന്നെയാണ്. ഓ, അവതാരം! സാധ്യതകളുണ്ട്. എന്നാൽ വിശേഷ ശക്തികളൊന്നും ഈ പക്ഷിക്കില്ലെന്ന് തെളിയിക്കപ്പെട്ടാലോ? തിരുമനസ് വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങുവാൻ അടിയന് സമ്മതമാണ്. വ്യാപാരി പെട്ടെന്ന് തന്നെ ചാടി പറഞ്ഞു. ശിക്ഷ ഒരു പ്രതിവിധിയാകുകയില്ലല്ലോ. പകരം സ്വർണ്ണ നാണയങ്ങളാകുമ്പോൾ അതിനൊരു പരസ്പര ബന്ധമുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ. വ്യാപാരി തെന്നാലി രാമൻ്റെ നിബന്ധന സമ്മതിച്ചു. എങ്കിൽ മഹാരാജാവിൻ്റെ പ്രതിനിധിയായി നാം പറയുന്ന വ്യവസ്ഥ നിങ്ങൾക്ക് സമ്മതമാണോ? മഹാരാജാവിൻ്റെ സവിധത്തിൽ നിന്നാണല്ലോ നാം സംസാരിക്കുന്നത്. അതുകൊണ്ട് വ്യവസ്ഥ എന്തു തന്നെയായാലും പൂർണ്ണ മനസ്സോടെ അടിയൻ സമ്മതിച്ചിരിക്കുന്നു. വ്യാപാരി മറുപടി പറഞ്ഞു. എങ്കിൽ കേട്ടോളൂ. തത്തയ്ക്ക് ദൈവശക്തി ഉണ്ടെന്ന് തെളിയുന്നു എങ്കിൽ 5 കോടി സ്വർണ്ണ നാണയങ്ങൾ തന്ന് മഹാരാജാവ് അതിനെ വിലയ്ക്ക് വാങ്ങുന്നതാണ്.
ശക്തികളൊന്നുമില്ലെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾ 10 കോടി സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപരിഹാരമായി മഹാരാജാവിന് നൽകേണ്ടതുമാണ്. സമ്മതമാണോ? അത് ഇത്രയും വലിയ തുക? വ്യാപാരിയുടെ വാക്കുകളിൽ സംഭ്രമം നിറഞ്ഞു നിന്നു. തത്തയ്ക്ക് ദൈവിക ശക്തിയുള്ളതാണെന്ന് നിങ്ങൾ ആണയിട്ട് പറയുകയും ഭീമമായ ഒരു തുക അതിൻ്റെ ക്രയവിലയായി ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. വാക്കുമാറ്റി പറയുന്നതും പിന്മാറാൻ ഉദ്യമിക്കുന്നതും രാജനീതി അനുസരിച്ച് ശിക്ഷാർഹവുമാണ്. രാമന്റെ വാക്കുകൾ കേട്ടപ്പോൾ വ്യാപാരിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. സമ്മതിച്ചിരിക്കുന്നു. വ്യാപാരി മഹാരാജാവിന് വാക്ക് കൊടുത്തു. തെന്നാലിരാമന്റെ ഉദ്ദേശം എന്താണെന്ന് ഊഹിച്ചറിയുവാൻ കഴിയാതെ കൃഷ്ണദേവരായർ അതിശയത്തോടെ ഇരിക്കുകയായിരുന്നു. 10 കോടി സ്വർണ്ണ നാണയങ്ങൾ എന്നത് നിസ്സാര തുകയൊന്നുമല്ല. എന്തെങ്കിലും തന്ത്രം കണ്ടിട്ടായിരിക്കാം രാമൻ ഇത്രയും വലിയ തുക പന്തയം വെച്ചിരിക്കുന്നത്. മഹാരാജാവ് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. തിരുമനസേ, പഴം കൊടുത്ത് തത്തയെ പരീക്ഷിക്കുവാൻ ഒരുങ്ങിക്കൊള്ളൂ. അത് പറഞ്ഞിട്ട് തെന്നാലി രാമൻ അകത്തേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വന്ന രാമൻ രാജാവിനോട് പറഞ്ഞു, പ്രഭു, പഴം തത്തയ്ക്ക് നൽകിക്കൊള്ളൂ. എന്താണ് അതിൻ്റെ ദിവ്യശക്തിയെന്ന് നേരിൽ കണ്ടറിയാവുന്നതാണ് നമുക്കിപ്പോൾ. കയ്യിൽ പഴവും നീട്ടിപ്പിടിച്ചുകൊണ്ട് മഹാരാജാവ് തത്തയുടെ കൂടിനടുത്ത് നിന്നു. തൻ്റെ ഉത്തരീയത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കണ്ടം പൂച്ചയെ തെന്നാലി രാമൻ തത്തയ്ക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. മ്യാവ് മ്യാവ്. കണ്ടൻ പൂച്ച അലറിക്കരഞ്ഞു. പേടിച്ചരണ്ടുപോയ തത്ത ചിറകടിച്ചുകൊണ്ട് ഗൂർ ഗൂർ പ്രാണവെപ്രാളത്തോടെ ചിലച്ചു. ആ തത്ത ദൈവനാമങ്ങൾ ജപിച്ചില്ല. പഴവുമായി മുന്നിൽ നിന്നിരുന്ന മഹാരാജാവിനെ അനുഗ്രഹിച്ചതുമില്ല. രത്നവ്യാപാരിയുടെ കുതന്ത്രം തെന്നാലി രാമൻ തൻ്റെ ബുദ്ധി വൈഭവം കൊണ്ട് പൊളിച്ചു കൊടുത്തു. കൃഷ്ണദേവരായർക്ക് അതീവ സന്തോഷമായി. അദ്ദേഹം ധാരാളം സമ്മാനങ്ങൾ നൽകി തെന്നാലി രാമനെ ആദരിച്ചു. കൂടാതെ കണ്ടുകെട്ടിയ രത്നവ്യാപാരിയുടെ സ്വത്തുക്കൾ രാമന് വിട്ടുകൊടുക്കുകയും ചെയ്തു.